ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിൽ പെരുന്നാളാണ്, പൂമാലിയാണ് പെരുന്നാൾ. അപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ എൻ്റെ അനിയനും ഞാനും കൂടിയിട്ട് പോകണം. അപ്പോൾ അവ അവിടെ നിൽക്കുന്നുണ്ട്. എന്തേ വരാത്ത ചോദിച്ചിട്ട് ഞാൻ ചെരുപ്പൊക്കെ പിടിച്ചിട്ട് പോകണം. ചെരുപ്പ് കൂട്ടി. അപ്പം ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പശയൊക്കെ കൊണ്ടുപോകുന്നത്. ഇനി അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. കേറിക്കോ ഇവിടുന്ന് കേറിക്കോ. കേറടാ തീർത്തിട്ട് സാധന. അപ്പോൾ ഞങ്ങളിതേ പൂമല എത്തി. ഇതാണ് ആൻറ്റിയുടെ വീട്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എത്തി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും വന്നു തുടങ്ങി. ചേച്ചിയും ചേട്ടനും ഓൾറെഡി പെരുന്നാളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. ബാക്കി ആരും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ എത്തി. ബാഗ് എടുത്തേ ഞാൻ എടുത്തു. അപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ ചേട്ടനും ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചേട്ടൻ്റെ പപ്പയാണ്. അപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പോൾ ആൻറ്റി നല്ല ബീഫും കായും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുളകിട്ട് വെച്ചിട്ടുള്ള ചൂര, മീൻ കറി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോയില്ലേ? സുന്ദരിയാവണം. എല്ലാവരും മ്യൂട്ടാ, ഒന്നും മിണ്ടണില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ആവശ്യമില്ലാണ്ട് മുഖത്ത് മേക്കപ്പ് ഇട്ട് ഞങ്ങൾ തന്നെ എണ്ണ തേച്ച് ഞങ്ങൾ തന്നെ കഴുകിയിട്ട് പറയും എന്നിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം വെറുതെ ഇരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും വെറുതെ ഇരിക്കും. ചോറ്, മീൻകറി, പിന്നെ അവിടെ പോത്തും കായിരിക്കേണ്ടത് കാണാനില്ല. ഞാൻ പിന്നെ ബീഫ് കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാനിത് രണ്ടും മാത്രം എടുത്തു. പടക്കത്തിൻ്റെ പെട്ടി കഷ്ടപ്പെട്ട് എടുക്കുന്ന മരിയ. ഇവിടെ വാ നോട്ടെ, ഇവിടെ കൊണ്ടുവാ നോക്കട്ടെ. അമ്പ് വന്നിട്ടില്ല. ഏകദേശം എല്ലാവരായി. ഗൈസ്, അപ്പുവിന് ഫാൻ ബേസ് ഒക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബില്. നീ കാണിച്ചായ ഓടി നടക്കാണ് ഗൈസ് ഇവിടെ പെരുന്നാൾക്ക്. അമ്പ് വരില്ല. വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം വരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർണീയമായ പീഡകൾ സഹിക്കുകയും രക്തസാക്ഷികളോടും
നേർച്ച ഫോക്കസ് ആണ്. ബാൻഡ് സെറ്റ് വെള്ളം കുടിക്കണ ഗ്യാപ്പായോണ്ട് ഇങ്ങനെ ഗ്യാപ്പ് തന്നെ നമ്മൾ ഉണ്ണിയപ്പം മൊത്തം തിന്ന് തീർക്കും. അവിടെ അമ്പ് വെച്ചേക്കാം നമ്മൾ ഇടയ്ക്കിടക്ക് ഉണ്ണിയപ്പം എടുക്കാം. എല്ലാവരും ഉണ്ണിയപ്പം ചവയ്ക്കും. പൊട്ടിക്കൂട്ടാ, എനിക്ക് പേടിയാ. അയ്യോ 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 ഇപ്പൊ പൊട്ടും. പൊട്ടി പൊട്ടി അമ്മ. അവിടെ കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നു, ഇവിടെ കുറച്ച് പേര് വർത്താനം പറയുന്നു. അവിടെ ഫുഡ് കഴിക്കുന്നു, ഇവിടെ വർത്താനം പറയുന്നു. എന്തെങ്ങനെ ഇരിക്കും? അല്ല പോണത് അതുണ്ടല്ലോ ഉണ്ണി വരുമ്പോ കാണാല്ലോ. അപ്പൊ അതിന് പെരുന്നാളൊക്കെ ഞാൻ ഇടുമ്പോ കാണാലോ ഉണ്ണിക്ക്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ആന്റി ഉണ്ടാക്കിയ അച്ചാറ്, നാരങ്ങ അച്ചാറ് എനിക്കിഷ്ടാ. ആന്റി ഉണ്ടാക്കണ അച്ചാർ മധുരട്ടുണ്ട്. ആ കിട്ടി കിട്ടി കിട്ടി. രസമുണ്ടല്ലേ ഈ പൂവണ്ട? അത് പൊട്ടും ഇല്ലേ? ഇടുക്ക് അത് പൊട്ടും തലേമ വെച്ചിട്ട്. ഹാ ഉറുമ്പ്. ആ ഇനി അതുണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ ഒരെണ്ണം എടുക്ക്. മറ്റേതും അടച്ചു പിടിച്ച പൊട്ടും. ഈ മുട്ടാണ് പൊട്ട, ഞാൻ കാണിച്ചു തരാം. ആണോ? അയ്യോ ഒരു വട്ടം കൂടി മുട്ടിക്കൂ. ആ ആന്റി ഉണ്ടാക്കി കഴിച്ചു ഉണ്ണിയപ്പം. ഞാൻ കാണിച്ചു. നല്ല രസമല്ലേ ഉണ്ണിയപ്പം? ഉണ്ണിയപ്പം ഞാൻ ആന്റി ഉണ്ണിയപ്പം ഉണ്ടാക്കണം. കുഴപ്പമൊക്കെയുണ്ട്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട 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 വേണ്ട. തിന്നെ കുഴലപ്പം തിന്നു. കാക്കേ അല്ല അതെ. അപ്പം നമ്മൾ 4 മണിയിലത്തെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് കാവത്ത് ഉണ്ടായിരുന്നു. അപ്പം കാവത്ത് മീൻകറി ഓൾറെഡി നമ്മൾ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മുളകിട്ട മീൻകറി കാവത്ത് പുഴുങ്ങിയതും കൂടെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ കാവത്ത് ഓൾറെഡി നമ്മളിങ്ങനെ കപ്പ മീൻകറി കഴിക്കുക അതേ ടേസ്റ്റ്, പക്ഷെ ഇത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഞങ്ങൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് അത് ഞങ്ങൾ കഴിച്ചു, കട്ടൻ ചായയൊക്കെ വെച്ചിട്ട്. യുദ്ധം കഴിഞ്ഞു ഗൈസ്. ഇതല്ല അത് അമ്മൂൻ്റെ, അതാണ് അത്രയും അമ്മു തിന്നതാ. ഞങ്ങൾ കുറച്ചുള്ളൂ. പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടു. നമ്മൾ ആ മരത്തുമ്മയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുള്ളിങ്ങനെ ലൈറ്റ് ഇട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ലൈറ്റ് ഇട്ടു വീട്ടിൽ. ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിൽ പോവാണ്. നമ്മൾ പള്ളിയിൽ ലൈറ്റൊക്കെ കാണാൻ, ഒരു പള്ളിയിലത്തെ ലൈറ്റ് കാണാൻ പോകണത് കാണിച്ചു തരാം. ഗൈസ് എൻ്റെ അമ്മ വന്നു ഗൈസ്.
മഞ്ഞൊക്കെ ഇട്ടിട്ട് വന്നു. ഏ പിന്നെ വന്നാളോ. ഇത്രയും സ്നേഹനിധിയായ ഭർത്താവിന് നിങ്ങക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അയ്യോ ഇതെന്ത് ഇങ്ങനെ കാണണേ. അമ്മു എന്റെ അമ്മ വന്നപ്പോ ഞാൻ വ്ളോഗ് എടുത്തതാ. എന്ത് നീ ഇങ്ങനെ നോക്കണേ? കണ്ട ഇൻട്രോവേർട്ട് ഇവര് എന്താണാവോ അങ്ങനെ കൂട്ടത്തില് കൂടാണ്ട് നടക്കണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നിക്കളോ രണ്ടുപേരും പൊക്കി കാട്ടിയിരുന്നേ അല്ല. ചാച്ചാ പള്ളിയിൽ പോയിട്ട് വരാം. ഇല്ല നമ്മളെല്ലാവരും പള്ളിയിലേക്ക് പോവാണ് ലൈറ്റൊക്കെ കാണാൻ. ഇപ്പം അമ്പ് കയറാറായിട്ടില്ലാന്ന് തോന്നുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞ് അമ്പ് കയറും. നമ്മളപ്പം പള്ളിയിൽ ലൈറ്റ് കാണാൻ പോവാണ്. പക്ഷെ ഇവിടെ നനക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ ആരുമില്ല. കുറച്ച് 10 മണിയാകുമ്പോഴാണ് അമ്പ് കയറണമെന്ന് പറഞ്ഞു. ഇപ്പൊ ആൾക്കാരൊന്നും ഇല്ലാത്തത് നോക്കിയിട്ടേ ബുദ്ധിപൂർവ്വം കളിച്ചിട്ട് കൊണ്ടുവന്നേക്കാ. അല്ലെങ്കിൽ ഞങ്ങൾ വായി നോക്കുന്ന അറിയാം അവർക്ക്. അങ്ങനെ പിന്നിലേക്കൊക്കെ പോലത് നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ആൾക്കാര് ഇതവിടെ മറ്റേ ബലൂണൊക്കെ കിട്ടും, ഐസ്ക്രീം. അവിടെ ആരുമില്ല ഗൈസ്. എന്താണാവോ പള്ളിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ട എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഗൈസ് പള്ളി. പക്ഷേ പള്ളിയിൽ ആൾക്കാരില്ലാത്തത് എന്ത് ചെയ്ത് എനിക്കറിയില്ല. ഒരൊറ്റ ആളില്ല, ആരുമില്ല. പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല ഗൈസ് ഷൂ ഇട്ടിട്ട്. ഒരൊറ്റ ആൾക്കാരില്ല. അത് എന്താ പറയുക, ഓരോ യൂണിറ്റിൻ്റെ അമ്പ് തുടങ്ങാത്തോണ്ടാണോ എന്നറിയില്ല. പക്ഷെ ആരും ഇല്ല. അതെന്താ അങ്ങനെ ഇട്ട് ഗൈസ്? അയ്യോ ഇതെന്താ കണ്ട നല്ല സിലി അങ്ങനെ പോണത്. ഓ മൈ ഗോഡ്. ഇത് കൊച്ചു ത്രേസി അല്ല, ഇത് കൊച്ചു ത്രേസിയുടെ പള്ളിയാണ്. ഇവിടെ ഒരൊറ്റ ആൾക്കാരില്ല. പക്ഷെ കഴിഞ്ഞ കൊല്ലം കൂടെ നിറച്ച് നല്ല തിരക്കായിരുന്നു. എന്ത് കാണിച്ചാൽ അതാ വരല്ലോ. ഇഷ്ടായ ലൈറ്റ് ഇഷ്ടായ? ചോക്ക് മുട്ടായിയോ? എത്രയാ? ഇനിയെന്തിട്ടാ ഇത്? സ്ലൈം. അങ്ങനെ വെറുതെ ചുറ്റി കറങ്ങിയിട്ട് നമ്മളൊന്നും വാങ്ങില്ല. നമ്മൾ വെറുതെ ചുറ്റി കറങ്ങി. ഭയങ്കര കാറ്റ്. പിന്നെ 10:30 ആകുമ്പോഴാണ് അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ പോയിട്ട് എങ്ങനെയും പടക്കൊക്കെ പൊട്ടിച്ചിട്ട് എങ്ങനെയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ഇവരൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു. എനിക്കില്ല ഐസ്ക്രീം. വേണ്ട പിന്നെ എന്തുട്ടാ? ഏതാ ഇവരൊക്കെ എന്നിട്ടാ വാങ്ങിക്കണ? ഇവന്തുട്ടാ സ്പാനിഷ് ഒക്കെ കഴിക്കാറായാ നീ? ഇത് എന്തുട്ടാ? ബ്ലാക്ക് കറന്റ് മതി. ഞാൻ ബ്ലാക്ക് കറന്റ് വാങ്ങിച്ചു. നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം പടക്കൊക്കെ പൊടിച്ചിട്ട് 10 മണിക്ക് അവൾ തിരിച്ച് വീട്ടിൽ വരും. കാരണം നമ്മൾ വിചാരിച്ചു ഇപ്പോൾ
അമ്പൊക്കെ കയറുന്നു. പക്ഷെ 10 മണിയാവുന്നല്ല അവിടുന്ന് വരുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ പോയിട്ട് പിന്നെയും നമ്മൾ വരും. അതെ, ഞങ്ങളെല്ലാവരും നിലത്തിരിക്കണേ, ഇവിടെ സീറ്റില്ല. എടുത്തോ ബസ്സിലെ ഐസ്ക്രീം തിന്നിട്ടില്ല ഇതുവരെ. നമ്മള് വീടെത്തി, നമ്മൾ ഇനി പടക്കം പൊടിച്ച് നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നാണ് വിചാരിക്കണേ. നമ്മളെ വീട്ടില്ല, കുളിക്കോ? അതിന്റെ അമ്മ ഇതിങ്ങനെ നിക്കണ്. ഫോട്ടോ നല്ലത് വീഡിയോയാ. ശരിയാ. അന്ന് ഫോക്കസ് ആവാൻ ഇപ്പോഴാണ് ഫോക്കസ് ആയേ. നിഷ മാമ ഗൈസ്, ഹായ് യൂട്യൂബ് ചാനൽ അൻസകുട്ടിയെ, നീ ഒരു ഹായ് പറ. നീ എന്നാ പല്ല് കെട്ടിയേ? ഹായ്, നിങ്ങൾ 3 പേര് നൈറ്റ് കാണാൻ നല്ല ഭംഗി. അയ്യോ, വിളിക്കുന്നേ. പേടിയത് മോളില് പോയി വിട്ടോ. ഫോണിലില്ലത് അങ്ങോട്ട് വരുമോ? അയ്യേ, ഒന്നുമില്ല. ഓ, അതാണ് മോളെ പോയിട്ട് ബിരിയണതാ അമ്മിട്ട്. ഞാൻ എവിടെയാടി? ഇല്ല നിക്ക്. അത് മോളെ പോവില്ലേ? എടുക്ക്, ഞാൻ ഇവിടെ ഉണ്ട്. ഹായ്, യൂട്യൂബിലിടും ഞാൻ. അതെ, ഇവിടെ അത് മാത്രല്ലേ ഉള്ളൂ നമുക്ക് കാണിക്കാൻ. ഇത് എന്താ എല്ലാവരും ഇല്ല, കുറച്ച് പേരുള്ള ഫുള്ളാക്കി. ഇതാ എൻ്റെ കുഞ്ഞാൻ്റെ സാമ്പാർ ഭയങ്കര രസമാണ്. ഈ സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രശ്നം ഇത് മനസ്സിലാക്കി എത്ര രസമുണ്ടെന്നത്. എത്ര പാർട്ട് വീഡിയോ ഡേ 1 ഡേ 2 ഡേ 3 സെറ്റായിട്ട് ഗൈസ്. ഇമ്മാനുവലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇതിവിടെ വെച്ച മിഠായിന്റെ കൈ താങ്ക് യു. അപ്പോൾ ഇതാണ് ഇമ്മാനുവൽ. ഇവൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണെങ്കിലും ഞങ്ങൾ ചെറുപ്പം തൊട്ടേ തുമ്മിയെന്നാണ് വിളിക്കും. ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ അധികം ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ അറിയില്ല. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബർ 31. അപ്പോൾ ഒരു ട്രിപ്പ് മിഠായി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ആൻറ്റി ഓൾറെഡി തന്നു. പിന്നെ അവൻ വന്നപ്പോൾ അവൻ്റെ വകയിട്ട് മിഠായി തരണം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വേഗം കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പള്ളിയിലൊക്കെ പോയി വന്നേ.